ഒരുപാട് വർഷങ്ങൾ പ്രേക്ഷകർ കാത്തിരുന്നിപ്പോൾ റിലീസായ പൃഥ്വിരാജിന്റെ ആടുജീവിതം എന്ന സിനിമ സംവിധാനം ചെയ്ത ഡയറക്ടർ ബ്ലസ്സി ഇതുവരെ സംവിധാനം ചെയ്ത സിനിമകൾ പരാജയപ്പെട്ടോ വിജയിച്ചോ എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ നേരെ നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം. പത്മരാജൻ, ഭരതൻ, IV ശശി, ലോഹിതദാസ്, ജയരാജ് തുടങ്ങിയ പ്രമുഖ സംവിധായകരുടെ അസിസ്റ്റന്റായി പ്രവർത്തിച്ച ബ്ലസ്സി ഇതുവരെ സംവിധാനം ചെയ്തിരിക്കുന്നത് 8 സിനിമകളാണ്. 2004 പുറത്തിറങ്ങിയ മമ്മൂട്ടി നായകനായ കാഴ്ച എന്ന സിനിമയാണ് ബ്ലസ്സി ആദ്യമായി സംവിധാനം ചെയ്യുന്നത്. ഫാമിലി ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഈ സിനിമയിൽ മമ്മൂട്ടിയെ കൂടാതെ പത്മപ്രിയ, യശ് ഗോലി, സനുഷ സന്തോഷ്, ഇന്നസെന്റ്, മനോജ് കേജൻ, അഗസ്റ്റ്യൻ തുടങ്ങിയവരായിരുന്നു മറ്റു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നത്. സംവിധായകനായ ബ്ലസ്സി തന്നെയായിരുന്നു ഈ ചിത്രത്തിന്റെ തിരക്കഥയും ഒരുക്കിയിരുന്നത്. നടി പത്മപ്രിയയുടെ മലയാളത്തിലേക്കുള്ള അരങ്ങേറ്റം കൂടിയായിരുന്നു ഈ സിനിമ. 1989 പുറത്തിറങ്ങിയ ബാഷു ദ ലിറ്റിൽ സ്ട്രേഞ്ചർ എന്ന ഇറാനിയൻ സിനിമയിൽ നിന്നും ഇൻസ്പയർ ചെയ്തെടുത്ത സിനിമയായിരുന്നു ഇത്. മമ്മൂട്ടി അവതരിപ്പിച്ച മാധവൻ എന്ന നായക കഥാപാത്രത്തിന് വേണ്ടി ആദ്യം പരിഗണിച്ചിരുന്നത് തമിഴ് താരം വിക്രമിനെയായിരുന്നു. പിന്നീട് കഥാപാത്രം മമ്മൂക്കയിൽ എത്തുകയായിരുന്നു. ഷെഫ് നൌഷാദും സേവി മനും ചേർന്നായിരുന്നു ഈ സിനിമ നിർമ്മിച്ചിരുന്നത്. 2004 ഓണം റിലീസിനെത്തിയ ചിത്രം ആദ്യ ദിനങ്ങളിൽ സ്ലോ റെസ്പോൺസ് ആയിരുന്നെങ്കിലും പിന്നീട് ചിത്രം സൂപ്പർ ഹിറ്റ് വിജയം നേടുകയായിരുന്നു. ബ്ലസ്സിയുടെ രണ്ടാമത്തെ സിനിമ 2005 മോഹൻലാൽ നായകനായി പുറത്തിറങ്ങിയ തന്മാത്ര എന്ന സിനിമയായിരുന്നു. മീര വാസുദേവനായിരുന്നു ചിത്രത്തിലെ നായിക. ഇരുവരെയും കൂടാതെ അർജുൻ ലാല്, നെടുമുടി വേണു, ഇന്നസെന്റ്, ജഗദീഷ് ശ്രീകുമാർ, പ്രതാപ് പോത്തൻ, ലക്ഷ്മി പ്രിയ തുടങ്ങിയവരായിരുന്നു മറ്റു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നത്. പത്മരാജന്റെ ഓർമ്മ എന്ന ചെറുകഥ ആസ്പദമാക്കിയായിരുന്നു ഈ സിനിമ നിർമ്മിച്ചിരുന്നത്. സിനിമയ്ക്ക് ആവശ്യമായ മാറ്റങ്ങളൊക്കെ കഥയിൽ വരുത്തിയിട്ടുണ്ട്. സാധാരണക്കാരനായ രമേശൻ നായർ എന്ന കഥാപാത്രം തന്റെ മകനെ ഒരു IAS ഉദ്യോഗസ്ഥനാക്കാൻ ആഗ്രഹിക്കുന്നതും അവസാനം നായകൻ അൾഷിമേഴ്സ് രോഗം ബാധിക്കുന്നതുമായിരുന്നു ചിത്രം പറഞ്ഞിരുന്നത്. നടി മീര വാസുദേവന്റെ ആദ്യ മലയാള സിനിമ കൂടിയായിരുന്നു ഇത്. സംവിധായകൻ ബ്ലസ്സിയുടെ നിർബന്ധപ്രകാരം മോഹൻലാലും മീര വാസുദേവും ചില രംഗങ്ങളിൽ പൂർണ്ണ നഗ്നരായി അഭിനയിച്ചിരുന്നു. സിനിമയുടെ പെർഫെക്ഷന് വേണ്ടി ആരും സഞ്ചരിക്കാത്ത വഴികളിലൂടെ സഞ്ചരിക്കുന്ന സംവിധായകനാണ് ബ്ലസ്സി എന്ന് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാം. സിനിമയിൽ പൂർണ്ണ നഗ്നയായി അഭിനയിക്കേണ്ട രംഗങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ പല താരങ്ങളും ചിത്രത്തിൽ നിന്ന് പിന്മാറുകയായിരുന്നു. പിന്നീടായിരുന്നു മീര വാസുദേവനിലേക്ക് ഈ കഥാപാത്രം എത്തുന്നത്. മികച്ച മലയാളം ഫീച്ചർ ഫിലിമിനുള്ള നാഷണൽ അവാർഡും 5 കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡും ഈ സിനിമയ്ക്ക് ലഭിച്ചിരുന്നു. അതിൽ ഈ സിനിമയെ മികച്ച ചിത്രമായും ബ്ലസ്സിയെ മികച്ച സംവിധായകനായും തെരഞ്ഞെടുത്തിരുന്നു. കൂടാതെ ഒരുപാട് ടെലിവിഷൻ അവാർഡുകളും ഈ സിനിമയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. മികച്ച പ്രതികരണം നേടി സിനിമ ബോക്സ് ഓഫീസിൽ സൂപ്പർ ഹിറ്റ് വിജയം നേടി. ബ്ലസ്സിയുടെ അടുത്ത ചിത്രം 2006 മമ്മൂട്ടി നായകനായി പുറത്തിറങ്ങിയ പളുങ്ക് എന്ന സിനിമയാണ്. ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഈ സിനിമയിൽ മമ്മൂട്ടിയെ കൂടാതെ ലക്ഷ്മി ശർമ്മ, നസ്രിയ നാസിം, ബേബി നിവേദിത, ജഗദീഷ് ശ്രീകുമാർ, നെടുമുടി വേണു തുടങ്ങിയവരായിരുന്നു മറ്റു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നത്. തെലുങ്ക് സിനിമയിൽ സജീവമായിരുന്ന ലക്ഷ്മി ശർമ്മയുടെ ആദ്യ മലയാള സിനിമ കൂടിയായിരുന്നു ഇത്. സംവിധായകൻ ബ്ലസ്സി തന്നെയായിരുന്നു സിനിമയുടെ തിരക്കഥ ഒരുക്കിയിരുന്നത്. മൂവാറ്റുപുഴയിലും തൊടുപുഴയിലും വെച്ചായിരുന്നു ചിത്രത്തിന്റെ പ്രധാന ഭാഗങ്ങൾ ചിത്രീകരിച്ചിരുന്നത്. നാട്ടിൻപുറങ്ങളിൽ നിന്നും നഗരങ്ങളിലേക്ക് എത്തുന്നവരുടെ ജീവിതത്തിലുണ്ടാകുന്ന മാറ്റങ്ങളായിരുന്നു ഈ സിനിമ പറഞ്ഞിരുന്നത്. ആ വർഷത്തെ കേരള ഫിലിം ക്രിറ്റിക്സ് അവാർഡിൽ മമ്മൂട്ടിക്ക് മികച്ച നടനുള്ള അവാർഡ് ഈ സിനിമയിലൂടെ ലഭിച്ചിരുന്നു. പ്രേക്ഷകരിൽ നിന്നും ആവറേജ് അഭിപ്രായം മാത്രമായിരുന്നു ഈ സിനിമയ്ക്ക് ലഭിച്ചത്. ബോക്സ് ഓഫീസിൽ നിന്നും ആവറേജ് കളക്ഷൻ മാത്രമാണ് ഈ സിനിമ നേടിയത്. അടുത്തത് ദിലീപിനെ നായകനാക്കി 2008 പുറത്തിറങ്ങിയ കൽക്കത്ത ന്യൂസ് എന്ന ചിത്രമായിരുന്നു. ദിലീപും ബ്ലസ്സിയും ഒന്നിച്ച ഏക സിനിമ കൂടിയാണിത്. റൊമാന്റിക് ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഈ സിനിമയിൽ ദിലീപിനെ കൂടാതെ ഇന്ദ്രജിത്ത് സുകുമാരൻ, മീര ജാസ്മിൻ, ഇന്നസെന്റ്, വിമല രാമൻ, ബിന്ദു പണിക്കർ തുടങ്ങിയവരായിരുന്നു മറ്റു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നത്. സംവിധായകൻ ബ്ലസ്സി തന്നെ തിരക്കഥ ഒരുക്കിയ ഈ സിനിമയിൽ അജിത് തോമസ് എന്ന ദിലീപിന്റെ വ്യത്യസ്തമായ കഥാപാത്രമാണ് പ്രേക്ഷകന് കാണാൻ സാധിക്കുക. ഹ്യൂമൻ ട്രാഫിക്കിന്റെ കഥയായിരുന്നു ഈ സിനിമ പറഞ്ഞിരുന്നത്. തമ്പി ആന്റണി ആയിരുന്നു ചിത്രം നിർമ്മിച്ചിരുന്നത്. താരങ്ങളുടെ പ്രകടനങ്ങൾക്ക് നിരൂപകരിൽ നിന്നും പ്രേക്ഷകരിൽ നിന്നും മികച്ച അഭിപ്രായം ലഭിച്ചെങ്കിലും ബോക്സ് ഓഫീസിൽ ചിത്രം വലിയ പരാജയമായി മാറുകയായിരുന്നു. ബ്ലസ്സിയുടെ 5ാമത്തെ ചിത്രം 2009 മോഹൻലാലിനെ നായകനാക്കി പുറത്തിറങ്ങിയ ഭ്രമരം എന്ന സിനിമയാണ്. സസ്പെൻസ് ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഈ സിനിമയിൽ മോഹൻലാലിനെ കൂടാതെ സുരേഷ് മേനോൻ, മുരളി ഗോപി, ലക്ഷ്മി ഗോപാലസ്വാമി, ഭൂമിക ചൗള, KPS ലളിത, ബേബി നിവേദിത തുടങ്ങിയവരായിരുന്നു മറ്റു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നത്. ഹിന്ദി, തെലുങ്ക് സിനിമകളിൽ സജീവമായിരുന്ന ഭൂമിക ചൗളയുടെ ആദ്യ മലയാള സിനിമ കൂടിയായിരുന്നു ഇത്. മോഹൻലാലും ബ്ലസ്സിയും ഒന്നിക്കുന്ന 2ാമത്തെ ചിത്രവുമായിരുന്നു ഭ്രമരം. മോഹൻലാലിന്റെ അഭിനയ പ്രതിഭ ഒരിക്കൽ കൂടി തെളിയിച്ച ചിത്രമായിരുന്നു ഭ്രമരം. ഒരുപാട് നിഗൂഢതകളുമായി ഒരു വീട്ടിലേക്ക് ഇടിച്ചു കയറി വരുന്ന ശിവൻകുട്ടി എന്ന സൈക്കോ കഥാപാത്രം മോഹൻലാൽ വളരെ മനോഹരമായിട്ട് തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട്. ശിവൻകുട്ടിയുടെ മാനസിക പിരിമുറുക്കങ്ങൾ കഥ പുരോഗമിക്കുമ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തുന്നു. ഏത് ദിശയിലേക്കാണ് കഥ തിരിയുന്നതെന്ന് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ പ്രേക്ഷകനെ ശ്വാസം അടുക്കി പിടിച്ച് കാണാൻ പ്രേരിപ്പിക്കുന്ന സിനിമയായിരുന്നു. മോഹൻലാലിന്റെ പെർഫോമൻസിന് പ്രേക്ഷകരിൽ നിന്നും നിരൂപകരിൽ നിന്നും മികച്ച അഭിപ്രായം ലഭിച്ചിരുന്നു. ഭ്രമരം എന്ന പേരിൽ തന്നെ ഈ സിനിമ തെലുങ്കിലേക്ക് റീഡബ് ചെയ്യുകയും ചെയ്തിരുന്നു. ഈ സിനിമയിലൂടെ മികച്ച ബാലതാരത്തിനുള്ള കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡ് ബേബി നിവേദിതയ്ക്ക് ലഭിച്ചിരുന്നു. മാത്രമല്ല ഫിലിം ഫെയർ അവാർഡ് ഉൾപ്പെടെ നിരവധി ടെലിവിഷൻ അവാർഡുകളും ഈ ചിത്രത്തിന് ലഭിച്ചിരുന്നു. രാജു മല്യത്തും AR സുൽഫിക്കറും ചേർന്നായിരുന്നു ഈ സിനിമ നിർമ്മിച്ചിരുന്നത്.
മികച്ച സിനിമയായിരുന്നിട്ടും ചിത്രത്തിന്റെ ബഡ്ജറ്റ് കാരണം ബോക്സ് ഓഫീസിൽ നിന്നും ആവറേജ് കളക്ഷൻ മാത്രമാണ് നേടാൻ സാധിച്ചത്. ബ്ലസ്സിയുടെ 6ാമത്തെ സിനിമ 2011 മോഹൻലാലിനെ നായകനാക്കി പുറത്തിറക്കിയ പ്രണയം എന്ന ചിത്രമാണ്. മോഹൻലാലിനെ കൂടാതെ ബോളിവുഡ് താരങ്ങളായ അനുപം ഖേറും ജയപ്രദയും ശ്രദ്ധേയമായ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നു. റൊമാന്റിക് ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഈ സിനിമയിൽ അനൂപ് മേനോൻ, ശ്രീനാഥ് ബാസി, ധന്യ മേരി വർഗീസ്, നവ്യ നട്രാജ് തുടങ്ങിയവരായിരുന്നു മറ്റു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നത്. 2000 പുറത്തിറങ്ങിയ ഇന്നസെൻസ് എന്ന ഓസ്ട്രേലിയൻ മൂവിയിൽ നിന്നും 2010 പുറത്തിറങ്ങിയ അപ്പാർട്ട് ടുഗെദർ എന്ന ചൈനീസ് സിനിമയിൽ നിന്നും ഇൻസ്പയർ ചെയ്തെടുത്ത സിനിമയായിരുന്നു പ്രണയം. ആദ്യ പ്രണയത്തിന്റെ മധുരവും വാർദ്ധക്യ പ്രണയത്തിന്റെ സൗന്ദര്യവും പ്രേക്ഷകരുമായി പങ്കുവച്ച സിനിമയായിരുന്നു പ്രണയം. സിനിമയിലെ താരങ്ങളുടെ പ്രകടനത്തിന് പ്രേക്ഷകരിൽ നിന്നും നിരൂപകരിൽ നിന്നും നല്ല അഭിപ്രായം ലഭിച്ചിരുന്നു. മികച്ച സംവിധായകനുള്ള കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡ് ഈ സിനിമയിലൂടെ ബ്ലസ്സിക്ക് ലഭിച്ചിരുന്നു. മോഹൻലാൽ വ്യത്യസ്തമായ വേഷത്തിലെത്തിയ ഈ സിനിമ നിർമ്മിച്ചിരുന്നത് PK സജീവും ആൻ സജീവും ചേർന്നായിരുന്നു. പക്ഷേ ചിത്രത്തിന്റെ ബോക്സ് ഓഫീസിൽ നിന്നും വേണ്ടത്ര വിജയം ഉണ്ടാക്കാൻ സാധിച്ചില്ല. ചിത്രം വെറും ആവറേജ് കളക്ഷൻ മാത്രമാണ് നേടിയത്. ബ്ലസ്സിയുടെ 7ാമത്തെ ചിത്രം 2013 പുറത്തിറങ്ങുന്നത്. സിനിമയുടെ പേര് കളിമണ്ണ് എന്നാണ്. ശ്വേത മേനോൻ, ബിജു മേനോൻ, സുഹാസിനി, വത്സല മേനോൻ, പ്രശാന്ത് നായർ തുടങ്ങിയവരായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നത്. മാത്രമല്ല ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഈ സിനിമയിൽ ബോളിവുഡ് താരങ്ങളായ സുനിൽ ഷെട്ടിയും അനുപം ഖേറും സംവിധായകൻ പ്രിയദർശനും കാമിയോ റോളിൽ അഭിനയിച്ചിരുന്നു. ഈ സിനിമയുടെ മറ്റൊരു പ്രത്യേകത നടി ശ്വേത മേനോന്റെ യഥാർത്ഥ ഗർഭകാലം ചിത്രത്തിൽ ഉടനീളം കാണിച്ചിരുന്നു. മാത്രമല്ല ശ്വേത മേനോന്റെ യഥാർത്ഥ പ്രസവം സിനിമയ്ക്ക് വേണ്ടി ഷൂട്ട് ചെയ്യുകയും ചെയ്തിരുന്നു. സിനിമയുടെ പെർഫെക്ഷന് വേണ്ടി സംവിധായകൻ ബ്ലസ്സിയും നടി ശ്വേത മേനോനും എടുത്ത മറ്റൊരു റിസ്ക് ആയിരുന്നു അത്. നടിയുടെ യഥാർത്ഥ പ്രസവം സിനിമയ്ക്ക് വേണ്ടി ഷൂട്ട് ചെയ്തത് രാഷ്ട്രീയമായി വലിയ വിവാദങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തിരുന്നു. ഇത്തരത്തിൽ പ്രസവം ഷൂട്ട് ചെയ്യുന്നത് കേരളത്തിലെ സംസ്കാരത്തെ ബാധിക്കുമെന്നായിരുന്നു ഒരു കൂട്ടം ആളുകൾ പറഞ്ഞിരുന്നത്. പക്ഷേ സംവിധായകനും ശ്വേത മേനോനും എതിർപ്പുകളെ അവഗണിച്ചുകൊണ്ട് തങ്ങളുടെ തീരുമാനവുമായി മുന്നോട്ട് തന്നെ പോവുകയായിരുന്നു. മലയാള സിനിമയിൽ ഇതുവരെ ആരും എടുക്കാത്ത ഒരു റിസ്ക് തന്നെയാണ് ശ്വേത മേനോൻ ഈ സിനിമയ്ക്ക് വേണ്ടി ചെയ്തിരിക്കുന്നത്. വാർത്തകളിൽ ഇടം നേടുകയും വലിയ ചർച്ചാ വിഷയമാകുകയും ചെയ്തിരുന്നു. മാത്രമല്ല സുനിൽ ഷെട്ടിയുടെ കാമിയോ റോളും വാർത്താ പ്രാധാന്യം ഈ സിനിമയ്ക്ക് നേടിക്കൊടുത്തു. ഗർഭകാലവും അമ്മയും കുഞ്ഞും തമ്മിലുള്ള ബന്ധവുമായിരുന്നു ഈ ചിത്രം പറഞ്ഞിരുന്നത്. ഒരുപാട് എഫേർട്ടും റിസ്ക്കും എടുത്ത സിനിമയായിരുന്നിട്ട് കൂടിയും നിർഭാഗ്യവശാൽ സിനിമയ്ക്ക് ബോക്സ് ഓഫീസിൽ വിജയമുണ്ടാക്കാൻ സാധിച്ചില്ല. ചിത്രം വലിയ പരാജയമായി മാറി. 8ാമത്തെ ചിത്രം പൃഥ്വിരാജ് നായകനായി ഇപ്പോൾ തിയേറ്ററുകളിൽ പ്രദർശനം തുടരുന്ന ആടുജീവിതം എന്ന സിനിമയാണ്. സർവൈവൽ ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഈ സിനിമയിൽ അമല പോൾ, ജിമ്മി ജീൻ, ശോഭ മോഹൻ തുടങ്ങിയവരാണ് മറ്റു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. ബെന്യാമിന്റെ ആടുജീവിതം എന്ന നോവലിനെ ആസ്പദമാക്കിയാണ് ഈ സിനിമ എടുത്തിരിക്കുന്നത്. കേരളത്തിൽ നിന്നും ജോലിക്കായി വിദേശത്ത് പോയ നജീബ് എന്ന യുവാവിന്റെ കഥയാണ് ചിത്രം പറയുന്നത്. നീണ്ട 16 വർഷമെടുത്താണ് ഈ സിനിമ പൂർത്തിയാക്കിയത്. മാത്രമല്ല പൃഥ്വിരാജ് സ്വന്തം ജീവൻ പോലും പണയം വെച്ചുകൊണ്ട് അപകടകരമായ രീതിയിൽ ശരീരഭാരം കുറയ്ക്കുകയും ചെയ്തിരുന്നു ഈ സിനിമയ്ക്ക് വേണ്ടി. 2008 സംവിധായകൻ ബ്ലസ്സി ആടുജീവിതം എന്ന നോവൽ സിനിമയാക്കുന്നതിനെ കുറിച്ച് ആലോചന തുടങ്ങുന്നത്. പിന്നീട് 2010 സിനിമ ഒഫീഷ്യലായി പ്രഖ്യാപിക്കുന്നത്. എന്നാൽ ഒരു മലയാള സിനിമ പൂർത്തിയാക്കാൻ ആവശ്യമായ ബജറ്റിനേക്കാൾ ഒരുപാട് കൂടുതലായിരുന്നു ചിത്രത്തിന്റെ ബജറ്റ് നല്ല രീതിയിൽ ചിത്രീകരിക്കുകയാണെങ്കിൽ വേണ്ടിയിരുന്നത്. ചില വിട്ടുവീഴ്ചകൾ ചെയ്യുകയാണെങ്കിൽ ചെറിയ ബജറ്റിൽ സിനിമ എടുക്കാമായിരുന്നെങ്കിലും ബ്ലസ്സി തന്റെ വിഷന് വേണ്ടി ഒരുപാട് വർഷങ്ങൾ കാത്തിരിക്കുകയായിരുന്നു. പിന്നീട് സിനിമയുടെ ചിത്രീകരണം 2016 തുടങ്ങാനിരുന്നെങ്കിലും ചില കാരണങ്ങളാൽ മുടങ്ങിപ്പോവുകയായിരുന്നു. പിന്നീട് 2018 സിനിമയുടെ ആദ്യ ഷെഡ്യൂൾ ചിത്രീകരണം ആരംഭിക്കുന്നത്. പിന്നീട് 2019 രണ്ടാം ഷെഡ്യൂൾ ജോർദാനിൽ വെച്ച് നടക്കുകയും 3ാം ഷെഡ്യൂളിന് മുൻപായി കോവിഡ് പാൻഡമിക് കാരണം താരങ്ങൾ അവിടെ കുടുങ്ങുകയും ചെയ്തിരുന്നു. പിന്നീട് 2022 ജൂലൈയിലാണ് ചിത്രത്തിന്റെ ചിത്രീകരണം പൂർത്തിയാകുന്നത്. റിലീസിന് മുൻപ് തന്നെ പ്രീ ബുക്കിംഗിലൂടെ മികച്ച റെസ്പോൺസാണ് പ്രേക്ഷകരിൽ നിന്നും ലഭിച്ചത്. സിനിമയുടെ ബോക്സ് ഓഫീസ് അപ്ഡേറ്റ്സിനായി കുറച്ചുകൂടി കാത്തിരിക്കേണ്ടതുണ്ട്. സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള അഭിപ്രായം തീർച്ചയായും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഒരു 1K ലൈക്ക് വീഡിയോക്ക് ഞാൻ ടാർഗറ്റ് ചെയ്തിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ഓൺലി ഫോർ സിനിമ.